ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ന്യൂസ് 18. തസ്ലിമയുടെ യഥാർത്ഥ പേര് രാജി എന്നാണ്. കണ്ണൂർ ഇരിട്ടി സ്വദേശി ആണ്. സഹോദരൻ ആണ് ഇത് സംബന്ധിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത്. സിനിമാ ബന്ധങ്ങളും തുടർന്നുണ്ടായ പുനർവിവാഹവുമാണ് കുടുംബവുമായി അകലാൻ കാരണം. ലൈംഗിക പീഡന കേസിൽ പ്രതി ചേർക്കപ്പെട്ടപ്പോൾ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ആണ്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ ഇവർ വെറും കാരിയർ മാത്രമാണ് എന്നും കേസിലെ ഉന്നതരെ പുറത്തു കൊണ്ടുവരുന്നതിനായി വിശദമായ അന്വേഷണം വേണമെന്നും സഹോദരൻ ആവശ്യപ്പെടുന്നു. കേസിൽ തസ്ലിമയുടെ ഭർത്താവ് സുൽത്താൻ എക്സൈസിന്റെ പിടിയിലായി. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കണ്ണൂർ ഇരിട്ടിയിൽ നിന്നും കർണാടക ഉടുപ്പിയിലേക്ക് കുടിയേറിയ കർഷക കുടുംബമാണ് തസ്ലിമയുടേത്. സ്കൂൾ രേഖകളിലും മറ്റും പേര് രാജി എന്നാണെന്ന് സഹോദരൻ പറയുന്നു. കണ്ണൂരിൽ പാസ്റ്റർ വിവാഹം ചെയ്ത ഇവർ ബന്ധം വേർപെടുത്തി 2 മക്കളുമായി ഉടുപ്പിയിൽ പ്രീ പ്രൈമറി ടീച്ചറായി സ്വകാര്യ സ്കൂളിൽ ജോലി ചെയ്യേ തമിഴ്നാട് എണ്ണൂർ സ്വദേശി സുൽത്താനുമായി അടുപ്പത്തിലാകുന്നു. തസ്ലിമയുടെ സിനിമാ ബന്ധങ്ങളും സുൽത്താനുമായുള്ള അടുപ്പവുമെല്ലാം സഹോദരനിൽ കടുത്ത വിയോജിപ്പ് ഉണ്ടാക്കുന്നു. പിന്നീട് ഇവർ വിവാഹിതരായി എണ്ണൂരിൽ തസ്ലിമ സുൽത്താനായി മാറുന്നു. നമ്മളൊരു ബന്ധമില്ല. നമുക്കത് നമ്മളതിന്റെ അതിനോട് നമ്മൾ യോജിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നുകൊണ്ട് നമുക്ക് നമ്മുടേതായ രീതിയിൽ പോയി, അവരവരുടേതായ രീതിയിൽ പോയി. ചെന്നൈയിൽ സുൽത്താന്റെ ഇലക്ട്രിക് ഷോപ്പ് കേന്ദ്രീകരിച്ചായിരുന്നു സ്മഗ്ലിംഗ് എന്ന് എക്സൈസ് പറയുന്നു. എറണാകുളത്ത് ഇവർ നടത്തിയിരുന്ന ക്രിസ്റ്റീന റെസിഡൻസി കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ സഹോദരനുമായുള്ള സംഘർഷത്തിൽ വരെ എത്തി. തുടർന്ന് സുൽത്താന തനിക്ക് മംഗലാപുരത്ത് കൊട്ടേഷൻ നൽകിയതായിട്ടുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലും സഹോദരന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. കുറെ കൊട്ടേഷൻ സംഘമായിട്ട് ബന്ധമുണ്ട്. അതൊക്കെ ശരിയായിരിക്കും ചിലപ്പോൾ. കാരണം ഇവിടുന്ന് ഞാൻ അടിച്ച് കൈ ഓടിച്ചെന്ന് അപ്പറാണ് അച്ഛന് കൊണ്ടുപോയിട്ട് ഇവിടെ കൈ പ്ലാസ്റ്റർ ഇട്ട് പറഞ്ഞു വിടുന്നത്. അപ്പൊ ആ സമയത്ത് നമ്മൾ മോശമായിട്ട് പറയില്ല, അവൾ അന്ന് കൊട്ടേഷൻ കൊടുത്തു, ഇവിടെ മംഗലാപുരത്തുള്ള ഏതോ ടീമിനെ വിളിച്ച് കൊട്ടേഷൻ കൊടുത്തു അപ്പൻ എന്നോട് പറഞ്ഞു. ക്രിസ്റ്റീന റെസിഡൻസിയുമായി ബന്ധപ്പെട്ട ലൈംഗിക പീഡന കേസിൽ സഹായിച്ചത് കേരളത്തിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനായ IG ആണെന്ന് ബന്ധുക്കളോട് തസ്ലിമ പറഞ്ഞിരുന്നു. ചെന്നൈയിൽ വർഷങ്ങളായി വാടക വീട്ടിൽ കഴിയുന്ന ഇവർ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലാണെന്നും സഹോദരൻ പറയുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കടത്തിൽ തസ്ലിമയും സുൽത്താനും വെറും കാരിയേഴ്സ് മാത്രമാണെന്നും ഉന്നത ബന്ധങ്ങൾ അന്വേഷണ സംഘം പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. അവിടെ ഞാൻ പറയട്ടെ, ഈ കോൺടാക്ട് ലിസ്റ്റിൽ അവിടെ മേടിക്കാനുള്ള ആളുണ്ടല്ലോ, അവരെന്തുകൊണ്ട് ഇതുവരെ പിടിച്ചിട്ടില്ല? ഓട്ടെ, ഈ തന്നു വിട്ടവനൊക്കെ വിട്. ഇവര് കറക്റ്റ് ചാറ്റ് ചെയ്ത് ഇപ്പൊ അതിനകത്ത് പറയുന്നുണ്ട് ഇവര് വിരിച്ച വലയിൽ വന്ന് വീണതാ. അവിടെയുള്ളവരെ കൊഞ്ഞ് ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടി. അപ്പൊ അതിന് വല വിരിച്ചിട്ടാണ് എക്സൈസ് പിടിച്ചതും. അങ്ങനെ ഈ വല വിരിച്ചപ്പോ ഈ മേടിക്കാൻ നിന്നാണ് എന്നെ പിടിക്കാത്തത്. കറക്റ്റ് ഓഫീസർമാര് കറക്റ്റാണ് എല്ലാ കാര്യവും പുറത്തു വരും. അപ്പൊ അവര് ഇതൊക്കെ മറച്ച് കുറെ കാര്യം മറച്ച് കുറെ അങ്ങ് വിഴുങ്ങി, എന്നിട്ട് കുറച്ച് കാര്യം മാത്രം പുറത്തു വിട്ടു. കേസിൽ ഇന്ന് പിടിയിലായ സുൽത്താൻ എണ്ണൂരിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങാനെന്ന പേരിൽ മലേഷ്യയിൽ നിന്നുമാണ് കഞ്ചാവ് കടത്തിയതെന്നാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 25 മുതൽ 27 വരെ ഉടുപ്പിയിൽ തസ്ലിമ കുടുംബസമേതം അച്ഛന്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുവാൻ ഉണ്ടായിരുന്നുവെന്ന് സഹോദരൻ പറയുന്നു. അച്ഛന്റെ ചികിത്സയ്ക്ക് പോലും സഹായിക്കാൻ കഴിയാത്ത ഇവർക്ക് എങ്ങനെയാണ് ഇത്രയും വിലമതിക്കുന്ന കഞ്ചാവ് വിദേശത്ത് നിന്ന് വാങ്ങാൻ കഴിഞ്ഞതെന്ന സംശയവും സഹോദരൻ പങ്കുവയ്ക്കുന്നു. ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചോദ്യങ്ങൾ തസ്ലിമയുടെ സഹോദരന്റെ വെളിപ്പെടുത്തലിൽ നിന്നും ഉയരുന്നുണ്ട്. ഈ കേസിൽ തന്റെ സഹോദരി കുറ്റക്കാരിയല്ല എന്ന് അദ്ദേഹം പറയുന്നില്ല. പക്ഷേ ഇതിലെ ഉന്നതർ പുറത്തുവരിക തന്നെ ചെയ്യണമെന്ന് അവർ ആവശ്യപ്പെടുന്നു. ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.